ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു തക്കാളി പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നാടൻ റെസിപ്പിയാണ്, അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഈ കറി കാണിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് കുക്കാവണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പച്ചടിയാണ്. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കുമ്പോൾ തന്നെ തക്കാളി നന്നായിട്ട് കുക്കായിക്കോളും. അപ്പൊ തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. തക്കാളി സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഏകദേശം ഞാനിവിടെ 2 കൈപ്പിടി തേങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ അരപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് ഈ തക്കാളിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. ഇത് മതിയാകും. ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. തൈര് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താലും മതിയാകും. ഞാൻ പറഞ്ഞില്ല, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അധികം പച്ചക്കറി ഒന്നും വീട്ടിലില്ല, എന്നാൽ അവർക്ക് നമുക്ക് ഫുഡും കൊടുക്കണം. അങ്ങനത്തെ ഒക്കെ ടൈമിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ചോറിന്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ്. പിന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ ആണ്. നമ്മൾ ഫസ്റ്റ് തക്കാളിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള തക്കാളി പച്ചടി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് പാലക്കാട് അമ്മയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് കാണുവാനായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.